എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാജു തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയു തന്നെ തിന്നറത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും പണ്ടാരം. സത്തുപോട്ടണ്ടാരം. ദമയന്തി, അരന്തന്തി, ഒരു ജിലേബി തിക്കുവേ. എന്നാ ഒരു ലഡു തിക്കുവേ. ലഡുവിന് മധുരം കുറവുണ്ട്. കണ്ണാ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തുപോകും കണ്ണാ. നീ സത്തുപോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടല്ലേ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പഠിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്ക ജ്യൂസ് കുടിക്ക്. തിർമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറും. ആറോ വന്നിരിക്കണു. പോയി നോക്ക. ഓച്ചഞ്ചോയ്. സർക്കിളാണ് ഇറക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ. മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറേ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം എന്താ ശരിയല്ലേ? It would have to be able to change its molecular structure, like gold changing itself. തുസിക്കണമേ, നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ? അത് ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേ ഗാലി പാൻറിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ. അതിങ്ങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം വരുന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, നിന്റെ മകൻ താളയിടുന്ന് എന്തൊക്കെ കാണുന്നെന്നറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളലും സെക്സ്. താളയും സെക്സോ? നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താളയിരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ. ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നുറങ്ങാം.
നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റിസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണാ, ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, വാദനോ? നാളെ പോയി തന്നോ. 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാലയെടുത്ത് ഉറപ്പാണോ? അന്ന് കറുപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. അവന്മാർ വന്ന് നിന്നെ തള്ളിയോ? അവന്മാർ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊല്ലാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോകണമെന്നും പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്. ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം. ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിട്ടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്. ഞാനല്ലേ കട പൂട്ടണേ? എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ, വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും. നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി. നീ ധൈര്യമായിട്ട് പോയി പൊന്മുണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അതിപ്പോ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണിക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്ന് ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. ഇവനെ നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുളയ്ക്കണമെന്നുണ്ടോ? പപ്പ ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അടുത്ത് പറഞ്ഞേച്ചല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തിയെ കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്. നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവാ. മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർ റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് അടുത്ത് പോവാം. വേണ്ട, നിനക്ക് ഓഫീസിനെ പേടിയാണെന്ന് നമ്മൾക്ക്. നിന്റെ കാറിൽ എന്റെ പറയൂ, നിന്നെയും പിടിച്ചിട്ടെ നീയും മുള്ളണം കുടത്തിൽ. വാറു അറിവൂ. നീ ആത്മ അറിയല്ലോ. നല്ലത്. മീസ മാറ്റിയതും നല്ലത്, മുടി വെട്ടിയതും നല്ലത്. പറ. ഞാൻ എന്റെ കാറിൽ വേണ്ട, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നീ നമ്മളുടെ കാറിൽ വന്നാ മതി. അല്ലെങ്കിൽ നീ മുങ്ങും. നിന്നെ അറിയാം നമ്മൾക്ക്. ലീല